So students, today we are going to discuss about enzymes, which comes under biochemistry. So let me introduce enzymes first. They are biological catalysts that speed up the rate of a biochemical reaction. ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടുന്ന ഒരു സ്പീഡപ്പ് ചെയ്യുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ പ്രോട്ടീൻസ്, ഗ്ലോബുലാർ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണെന്ന് പറയാം. ആൻഡ് സം സ്പെഷ്യൽ RNA can also act as enzyme that we will call it as ribozyme. So normally protein enzymatic action ഉള്ളത് നമ്മുടെ പ്രോട്ടീനാണ്. പക്ഷേ ചില സമയങ്ങളിൽ സ്പെഷ്യൽ കേസുകളിൽ RNAക്കും, എക്സാമ്പിളാണ് റൈബോസൈം, അതിനും ഒരു കാറ്റലറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് എൻസൈം. സോ an enzyme has an active site. This active site is meant for the binding of substrate and the reaction center of that particular enzyme. ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, അവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ തന്നെയാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് this active site occupies less than 5% of the total surface area of the enzyme. അഥവാ സർഫസ് ഏരിയ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് സൈറ്റ് ഓൺലി ഒരു 5% മാത്രമേ ഉണ്ടാവുള്ളൂ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയയാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഷേപ്പ് ആൻഡ് എ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദ പ്രോട്ടീൻ അഫക്ട് ദ ഷേപ്പ് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദി എൻസൈം ടു. സോ പ്രോട്ടീൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഷേപ്പ് ഉള്ളതാണ്. അപ്പോൾ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് അതിനെ സഹായിക്കുന്നത്. ആക്റ്റീവ് സൈറ്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2. They are binding site and catalytic site. As the name indicates, binding site is the site for substrate binding and catalytic site is meant for catalytic function. So now we are going to discuss about cofactors. Cofactor എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എൻസൈംസിന് അവരുടെ ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. സോ കോഫാക്ടർ എന്ന് പറയുന്നത് ഇസ് ദ നോൺ പ്രോട്ടീൻ മോളിക്യൂൾ വിച്ച് ക്യാരീസ് ഔട്ട് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് കൻ നോട്ട് ബി പെർഫോംഡ് ബൈ സ്റ്റാൻഡേർഡ് 20 അമിനോ ആസിഡ്സ്. അഥവാ വിത്തൗട്ട് ദിസ് കോഫാക്ടർ ദിസ് എൻസൈംസ് ആർ inactive. So this enzymes will be inactive. So this cofactor എന്ന് പറയുന്നത് are of two type. Organic cofactor is there, inorganic cofactor is there. സോ എൻസൈമിൻ്റെ ഒരു പാർട്ടാണ് ഈ കാറ്റലറ്റിക് ഫങ്ഷന് വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു അഡീഷണൽ സ്ട്രക്ചറാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത, അഥവാ എൻസൈം പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള എൻസൈമിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കോഫാക്ടർ രണ്ട് തരത്തിലുണ്ട്, ഓർഗാനിക്കും ആൻഡ് ഇനോർഗാനിക് കോഫാക്ടേഴ്സും. സോ കോഫാക്ടർ ഇവിടെ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട്. വിത്തൗട്ട് ദ കോഫാക്ടർ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആയിരിക്കും. കോഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ആക്റ്റീവ് എൻസൈമായിട്ട് മാറും. ആക്റ്റീവ് പ്രോട്ടീൻ മീൻസ് ആക്റ്റീവ് എൻസൈം ഹിയർ. സോ ആസ് ഐ ടോൾഡ് യു earlier that there are two types of cofactors. They are inorganic cofactors and organic cofactors. First of all, inorganic cofactors. These are the inorganic molecules required for the proper activity of the enzyme. So an example for is Zn2+ for the activity of carbonic anhydrase and Mg2+ for hexokinase. So both this
enzymatic group require Zn plus or Mg2 plus respectively for their activation. So second type is the organic cofactors. These are the organic molecules. Example is glycogen phosphorylase is an enzyme which requires small organic pyridoxyl phosphate. In organic ആയിട്ടുള്ള pyridoxyl phosphate ഉണ്ടെങ്കിലേ ഈ glycogen phosphorylase functional ആവുള്ളൂ. Again, the organic cofactors are divided into two: prosthetic group and coenzyme. A prosthetic group is a tightly bound organic cofactor. So if an organic cofactor is tightly bound, then it is known as prosthetic group. A coenzyme is a loosely bound organic cofactor. Example, NAD+. For prosthetic group, it is flavin. Flavin heme groups in biotin. അപ്പോൾ അത് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിട്ട് തന്നെ കിടക്കണം ആ ഓർഗാനിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കോഫാക്ടേഴ്സ്, എങ്കിലേ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ കോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. NAD+ എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ട് ആയിട്ടാണ് കിടക്കുക. സോ an enzyme with its cofactors removed is designed as apoenzyme. So enzyme with all the structures, cofactors എല്ലാം കൂടിയതിനെയാണ് ഹോളോ എൻസൈം അല്ലെങ്കിൽ ഹോളോ പ്രോട്ടീൻ എന്ന് പറയും. സോ ഒരു എൻസൈമിൻ്റെ പ്രോട്ടീനേഷ്യസ് പാർട്ടിനെ അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീനേഷ്യസ് പാർട്ടും പ്രോട്ടീൻ്റെ പാർട്ടും കൂടി ചേർന്ന ഹോൾ എൻസൈമിനെ ഹോളോ എൻസൈം എന്നും പറയുന്നു. സോ എൻസൈം വിത്ത് കോഫാക്ടർ റിമൂവ്ഡ്, ദാറ്റ് മീൻസ് ഓൺലി പ്രോട്ടീനേഷ്യസ് പാർട്ട് മാത്രമാണ് വെച്ചെങ്കിൽ അപ്പോ എൻസൈം എന്നാണ് പറയുക, അല്ലെങ്കിൽ അതിനെ ഹോളോ പ്രോട്ടീൻ അല്ലെങ്കിൽ ഹോളോ എൻസൈം എന്ന് പറയുന്നു. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എൻസൈമിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇനി നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് അഥവാ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന റിയാക്റ്റൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്സ്ട്രേറ്റ് എന്നാണ് അതിനെ പറയുക. ദ റിയാക്റ്റൻറ്റിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. വെൻ എ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ആൻ എൻസൈം ഇറ്റ് ഫോംസ് ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ ഹിയർ ഈസ് ദ റെപ്രസെൻറ്റേഷൻ of that. Substrate joins with the enzyme to form an enzyme substrate complex. Now let us look at the enzyme synthesis. They are synthesized by ribosomes which are attached to the rough endoplasmic reticulum. So, and the information which is coded by DNA. So amino acids are bonded together to form a specific enzyme according to the DNA's code. അഥവാ DNA ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോഡിൻ്റെ പ്രകാരം അമിനോ ആസിഡ്സ് ഉണ്ടാകും. ആ അമിനോ ആസിഡ്സ് പ്രോട്ടീനായിട്ട് അമിനോ ആസിഡ്സ് കൂടി ലിങ്ക് ചെയ്യുമ്പോൾ പ്രോട്ടീനായിട്ട് മാറും, എൻസൈമായിട്ട് മാറും. So some enzymes are called extracellular enzymes and some are intracellular based on their action. If the enzymes are synthesized and retained in the cell for their activity, then it is known as intracellular. Some enzymes are synthesized in the cell, inside the cell, but are secreted from the cell to work externally. Athava they will work extracellularly. അഥവാ സെല്ലിനകത്തുള്ള ഡൈജഷൻ അല്ല അവരുടെ ഫംഗ്ഷൻ, അഥവാ അല്ലെങ്കിൽ സെല്ലിനകത്തുള്ള ഫംഗ്ഷൻ അല്ല അവർ ചെയ്യുക, പുറത്തുള്ള ഫംഗ്ഷനാണ് ചെയ്യുക. സം ഡൈജസ്റ്റീവ് എൻസൈംസ് produced by pancreas are example for this. So let us look at the characteristics of enzyme. Enzymes speed up the reaction by lowering the activation energy, the energy which is required for the initiation of reaction. Their presence does not affect the nature of properties of the end product. So enzyme ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ. ബാക്കിയുള്ളതിലൊന്നും ഇവർക്ക് റോളില്ല. ദേ ആർ ഹൈലി സ്പെസിഫിക് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് enzyme can accelerate a chemical reaction. Enzymes are sensitive to pH, temperature and substrate concentration, and their turnover number is defined as the number of substrate molecules
transformed per minute by one enzyme. അഥവാ ഒരു എൻസൈം ഒരു മിനിറ്റ് കൊണ്ട് എത്ര സബ്സ്ട്രേറ്റിനെ ട്രാൻസ്ഫോം ചെയ്തു അഥവാ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, അതിനെയാണ് അതിൻ്റെ ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. കാറ്റലൈസിൻ്റെ ടേൺ ഓവർ നമ്പറാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്, 6 × 106 per minute. So how to name an enzyme? So nomenclature of enzyme. An enzyme is named according to the name of the substrate in which it acts on. ഏതിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ മുകളിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നോമൻക്ലേച്ചർ അവർക്ക് നെയിമിങ് കൊടുക്കാറ്. ആൻഡ് സം എൻസൈംസ് were named before a systematic way of naming enzyme was formed. So pepsin, trypsin, renin എന്നൊക്കെ പറയുന്നതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഇനി by adding suffix ase at the end of the name of the substrate, enzymes are also named. An example is maltase, which act on maltose. maltoseൻ്റെ ഇതിൽ അതേപോലെ തന്നെ സൂക്രൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലത്തൊക്കെയുള്ള അമൈലേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ എയ്സ് വെച്ചിട്ടും പറയാറുണ്ട് ഏത് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട്. So these are the examples for that. Lactose is there, maltose is there, cellulose, lipid, starch, protein, and respective enzymes which act on that particular substrate is there, and their end product is also mentioned, listed here. Protein, protease, the final products are peptides plus polypeptides. Now to the classification of enzyme. International Enzyme Commission put some standards to name an enzyme. So this classification is based on the type of reaction which is catalyzed by that particular enzyme. There are 6 major classes of enzyme and are divided into subclasses and so on. These are the major 6 classes of enzyme and the reaction type. And example for that: enzyme oxidoreductase, oxidation reduction reaction ആണ് catalyze ചെയ്യുന്നത്. Example lactate dehydrogenase. Transferase move chemical group. Example hexokinase. Hydrolysis bond cleavage with the transfer of functional group of water. Lysis non-hydrolytic bond cleavage. So hydrolyസും ലയേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് one in the presence of water, but ലയേസ് എന്ന് പറയുന്നത് നോൺ ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള ബോണ്ട് ക്ലീവേജ് ആണ്. ഓക്കെ, ഫ്യൂമറൈസ് എക്സാമ്പിൾ ആണ്. ഐസോമറൈസിന് എക്സാമ്പിൾ ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ് നടത്തുന്നത്, ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. ദെൻ ലൈഗേസസ്, യു ഓൾറെഡി നോ ദാറ്റ്, synthesis of new covalent bond between substrate using ATP hydrolysis. RNA polymerase അതിനൊരു എക്സാമ്പിൾ ആണ്. So now to the mechanism of enzyme action. So the mechanism of enzyme action can be explained in by two perspectives. They are the thermodynamics changes or the changes which are associated with the thermodynamics properties of the enzymatic reaction and the processes at the active site of the enzyme. So here is the thermodynamic changes. So a chemical reaction has an energy barrier between reactants and product. So this reaction energy barrier എന്ന് പറയുന്നതാണ് ആക്ച്വലി ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത്. ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദർ ഈസ് ആൻ എനർജി ബാരിയർ ബിറ്റ്വീൻ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ്. സോ ആ ബാരിയർ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുള്ളൂ. സോ ദ ഡിഫറൻസ് ഇൻ ട്രാൻസിഷണൽ സ്റ്റേറ്റ് ആൻഡ് സബ്സ്ട്രേറ്റ് ഇസ് കോൾഡ് ആക്ടിവേഷൻ barrier. So what enzyme
do is that it will help the reactants to bypass or to reduce the activation barrier, thereby it speed up the process of transformation of reactants to product. So this is the graphical representation in an uncatalyzed reaction and an enzyme catalyzed reaction. You can see the transition states. That means ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേന് ഇറ്റ് വിൽ അണ്ടർഗോ എ സീരീസ് ഓഫ് ചേഞ്ചസ്. ഈ ചേഞ്ചസിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അഥവാ ഫ്രം റിയാക്റ്റൻസ് ടു പ്രോഡക്റ്റ്, അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എൻസൈം കാറ്റലൈസ്ഡ് അല്ലാത്ത ഒരു റിയാക്ഷനിൽ ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള ഫ്രീ എനർജി ഒരുപാട് ആവശ്യമാണ്, അഥവാ മോർ എനർജി ഈസ് നീഡഡ് ഇൻ ആൻ അൺകാറ്റലൈസ്ഡ് എൻസൈമാറ്റിക് റിയാക്ഷനിൽ. അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷനിൽ ഇത്രയും എനർജി വേണം. പക്ഷേ എൻസൈമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ ഇത് ഗ്രാഫിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇത് കാണാൻ പറ്റും. റിയാക്റ്റൻസ് പെട്ടെന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുകയും പെട്ടെന്ന് പ്രോഡക്റ്റ് ആവുകയും ചെയ്യുന്നു. ഈ പോയിൻ്റാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ്, അഥവാ എൻസൈംസ് സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലെ ആര് ഇൻവോൾവ് ആവുള്ളൂ? എൻസൈംസ് ഇൻവോൾവ് ആവുള്ളൂ. Here is the reason why an uncatalyzed reaction has this much of free energy is needed. So only a few substrates cross the activation barrier and change into product. Okay, only a few in an uncatalyzed reaction. This is why rate of uncatalyzed reaction is much slow. So enzyme provide an alternate pathway for conversion of substrate into product. Enzyme accelerate the reaction by forming transitional states having low activation energy. So it requires low energy to transform reactant to product. Okay, hence the reaction rate is increased many folds in the presence of enzyme. So activation energy കുറക്കുകയാണ്. ആക്ടിവേഷൻ എനർജി എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. The total energy of the system remains the same and the equilibrium state is not disturbed. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻസൈം എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ്റെ റേറ്റിനെ സ്പീഡപ്പ് ചെയ്യുന്നത്. ഒരു എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും എൻസൈം കാറ്റലൈസ്ഡ് അല്ലാത്ത ഒരു റിയാക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഈ ആൾക്ക് ഒരുപാട് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ റിയാക്റ്റൻ്റ് ലാക്ടോസാണ്. ഇറ്റ് വിൽ അണ്ടർഗോ ട്രാൻസിഷൻ സ്റ്റേറ്റ് മിഡിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇറ്റ് വിൽ ഫോം ദ പ്രോഡക്റ്റ് glucose and galactose. Okay, so activation energy ആണ് ആ കാണിക്കുന്നത്. നെറ്റ് എനർജി റിലീസ്ഡ് ഫ്രം ദി സ്പ്ലിറ്റിംഗ് ഓഫ് ലാക്ടോസ്. ഓക്കെ, അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് അഥവാ ആക്ടിവേഷൻ ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ട്, മിഡിലുള്ള സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് വേണം ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എൻസൈംസ് ഉണ്ടെങ്കിൽ, ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം, ഈ എൻസൈംസ് എന്ത് ചെയ്യും? ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് എനർജി ഈസ് നീഡഡ്, അഥവാ അത്രമാത്രം എഫേർട്ട് എടുക്കേണ്ട. രണ്ടാമത്തെ പിക്ചറിൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രമാത്രം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? റിയാക്റ്റൻസിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. നൗ let us move to the next section, അഥവാ പ്രോസസ് അറ്റ് ദി ആക്റ്റീവ് സൈറ്റ്. അഥവാ റിയാക്ഷൻ, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ആക്റ്റീവ് സൈറ്റിൽ വെച്ച് നടക്കാറ്? ഒന്ന്, കോവലൻ്റ് ആയിട്ടുള്ള കാറ്റാലിസിസ് നടക്കാം. ആസിഡ് ബേസ് കാറ്റാലിസിസ് ഉണ്ട്, കാറ്റാലിസിസ് ബൈ പ്രോക്സിമിറ്റി ഉണ്ട്, കാറ്റാലിസിസ് ബൈ സ്ട്രെയിൻ. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോവലൻ്റ് കാറ്റാലിസിസ്. എൻസൈംസ് ഫ്രം കോവലൻ്റ് ലിങ്കേജസ് with substrate forming transient
enzyme substrate complex with very low activation energy. അഥവാ ഹിയർ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ കോവലൻ്റ് ആയിട്ടുള്ള ലിങ്കേജ് ഉണ്ടാകും. അതുവഴി എന്ത് ചെയ്യും, റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറും. എൻസൈം ഈസ് റിലീസ്ഡ് അൺആൾട്ടേർഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ. അഥവാ ഒരു റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റായിട്ട് മാറുമ്പോൾ എൻസൈം ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയും എൻസൈമിന് എന്ന കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരാതെ അത് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ റിയാക്ഷൻ അഥവാ കോവലൻ്റ് ആയിട്ടുള്ള ലിങ്കേജുകൾ സബ്സ്ട്രേറ്റും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്ങും വരുന്നു. ദെൻ എൻസൈം ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യുന്നു. കോവലൻ്റ് ഇൻറ്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന കറ്റാലിസിസിനെയാണ് കോവലൻ്റ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റ് ഉണ്ട്, എൻസൈം ഉണ്ട്. കോവലൻ്റ് ഇൻറ്ററാക്ഷൻ വഴി അവരൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്തുന്നു. ദെൻ അത് പ്രോഡക്റ്റായിട്ട് മാറുന്നു. എൻസൈം അൺആൾട്ടേർഡ് ആയിട്ട് അവിടെ തന്നെ കിടക്കുന്നു. സെക്കൻഡാണ് ആസിഡ് ബേസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഈ ആസിഡ് ബേസ് കറ്റാലിസിസ് നടക്കാനുള്ള കാരണം ആക്റ്റീവ് സൈറ്റിലുള്ള ഹിസ്റ്റിഡിൻ പോലത്തൊക്കെ അമിനോ ആസിഡുകളാണ്. ഹിസ്റ്റിഡിൻ്റെ പ്രത്യേകത ഈ ആക്റ്റീവ് സൈറ്റിൽ ഒരേ സമയം തന്നെ പ്രോട്ടോൺ അക്സെപ്റ്ററായിട്ടും പ്രോട്ടോൺ ഡോണറായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ആസിഡ് ബേസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺ ഡോണറിനെ നമ്മൾ ഈ ആസിഡ് എന്നും പ്രോട്ടോൺ അക്സെപ്റ്ററിനെ ബേസ് എന്നും പറയുന്നു. സോ ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ഓൺ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം ക്യാൻ ആക്ട് ബോത്ത് ആസ് പ്രോട്ടോൺ ഡോണർ ആൻഡ് പ്രോട്ടോൺ അക്സെപ്റ്റർ. ആ ഒരു കൺസെപ്റ്റിലാണ് ആസിഡ് ബേസ് കറ്റാലിസിസ് നടക്കുന്നത്. കറ്റാലിസിസ് ബൈ പ്രോക്സിമിറ്റി മീൻസ് ഇവർ എൻസൈമും സബ്സ്ട്രേറ്റും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കൊണ്ടുവരിക, അവരടുത്തടുത്തായിട്ടുള്ള ഏരിയയിൽ വന്ന് ഒക്യുപ്പൈ നിർത്തുക. ഇൻ ദിസ് കറ്റാലിസിസ് മോളിക്യൂൾസ് മസ്റ്റ് കം ഇൻ ബോണ്ട് ഫോമിങ് ഡിസ്റ്റൻസ്. ഒരു ബോണ്ട് ഫോം ചെയ്യാനുള്ള രീതിയിൽ ഇവർ പരസ്പരം അടുത്തടുത്ത് വരണം എന്നാണ് പറയുന്നത്. When an enzyme binds, a region of high substrate concentration is produced at the active site. Okay? This will orient substrate molecule especially in a position ideal for them. അഥവാ ഇങ്ങനെ ഒരു റീജിയൻ ഓഫ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ആക്റ്റീവ് സൈറ്റ്. അവിടെ ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട് അവിടെ. ദിസ് വിൽ ഓറിയൻ, ഇങ്ങനത്തെ ഈ സ്ഥലത്ത് എൻസൈമും ആ സബ്സ്ട്രേറ്റ് മോളിക്യൂളും തമ്മിൽ നല്ല ഒരു ഐഡിയൽ പൊസിഷനിൽ വന്നിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കും, ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരും. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റാക്കി മാറ്റാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് കറ്റാലിസിസ് ബൈ ബോണ്ട് സ്ട്രീം. So here you can see a pictorial representation of catalysis by bond stream. A substrate entering the active site of the enzyme. So before that entry the active site was a little deformed. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വരുന്ന സബ്സ്ട്രേറ്റ് എങ്ങനത്തെ ഷേപ്പിലുള്ളതാണ്, പക്ഷേ ആക്റ്റീവ് സൈറ്റ് ക്ലോസ്ലി ഫിറ്റ് അല്ല. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വരുമ്പോൾ എൻസൈം ചേഞ്ചസ് ദ ഷേപ്പ് സ്ലൈറ്റ്ലി ആസ് എ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താവും, ക്ലോസ് ആയിട്ട് അവർക്ക് തമ്മിൽ ബൈൻഡ് ചെയ്ത് കിടക്കാൻ വേണ്ടി പറ്റും. ദെൻ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സുകൾ ഉണ്ടാകും. പ്രോഡക്റ്റ് ലീവ്സ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം. ഓക്കെ, പ്രോഡക്റ്റ് വീണ്ടും ലീവ് ചെയ്യുന്നു, എൻസൈം പഴയ പോലെ തന്നെ ആവുന്നു. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അണ്ടർടേക്കൺ ബൈ ലയേസസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള എൻസൈമുകളാണ്. Enzyme substrate binding causes reorientation of the structure of the site due to a strain condition. അതാണ് ഫസ്റ്റത്തെ പിക്ചറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഒരു ചെറിയ റീഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ട്. Thus, transitional state is required and here bond is unstable and eventually broken. അപ്പോൾ അവിടെ തന്നെ ട്രാൻസിഷണൽ സ്റ്റേറ്റ് എത്താൻ വേണ്ടിയിട്ട് ട്രാൻസിഷണൽ സ്റ്റേറ്റ് റിക്വയർ ചെയ്യുന്നുണ്ട്. ഒരു ബോണ്ട് ഈസ് അൺസ്റ്റേബിൾ ആണ് ആൻഡ് ഇവഞ്ച്വലി അവിടെ ഉണ്ടാകുന്ന ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ദിസ് വേ ബോണ്ട് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ഈസ് ബ്രോക്കൺ ആൻഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ബോണ്ട് സബ്സ്ട്രേറ്റുകൾ തമ്മിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുകയും ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി അത് പ്രോഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു. These are two models which was proposed to explain the interaction between enzyme and the substrate. First is lock and key model and the second one is induced fit model.
It is proposed, lock and key model was proposed by Emil Fischer in 1894. Lock and key hypothesis assumes the active site of an enzyme are rigid in its shape. അഥവാ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം എപ്പോഴും ഒരു റിജിഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ആക്റ്റീവ് സൈറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ. ആക്റ്റീവ് സൈറ്റിന് ഒരിക്കലും മാറ്റങ്ങൾ വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ലോക്കും കീയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ലോക്ക് പെർമനൻ്റ് ആയിട്ട് അവിടെ കിടക്കണം. കീ എന്ന് പറയുന്നത് അതിനകത്തേക്ക് വരുന്ന ആളുകൾ ആ കീ ആ ലോക്കിന് ഓക്കെ ആണെങ്കിൽ, അഥവാ ലോക്കും കീയും മാച്ചിങ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കും. അതേപോലെ തന്നെയാണ് ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻ എൻസൈം എന്ന് പറയുന്നത് ഹാസ് റിജിഡ് സ്ട്രക്ചർ. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് ഡ്യൂറിങ് റിയാക്ഷൻ. സോ ദോസ് സബ്സ്ട്രേറ്റ് which can perfectly orient at the active site of that particular enzyme will undergo reaction. അല്ലാത്തതിന് റിയാക്ഷൻ നടക്കൂല എന്നുള്ളതാണ് പറയുന്നത്. ലോക്കും കീയും പോലെ തന്നെയാണ്. അതാണ് ലോക്ക് ആൻഡ് കീ മോഡൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഡാനിയൽ കോഷ്ലാൻ ഇൻ 1958. സോ അക്കോർഡിംഗ് ടു ദിസ്, exposure of an enzyme to substrate causes a change in enzyme. അപ്പോൾ വരുന്ന സബ്സ്ട്രേറ്റിനനുസരിച്ചിട്ട് സബ്സ്ട്രേറ്റ് വന്നിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ചെറിയ വേരിയേഷൻസ് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? സബ്സ്ട്രേറ്റിന് വളരെ ക്ലോസ് ആയിട്ട് ഈ ആക്റ്റീവ് സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ചേഞ്ച് ആകും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അഥവാ induced fit here is the exposure of substrate induces conformational change at the active site of the enzyme to orient themselves perfectly. അതിനുശേഷം ആഫ്റ്റർ റിയാക്ഷൻ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ദെൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറും. Product will be released from the enzyme and enzyme remain unaltered ആയിട്ട് പഴയ പോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. This is the representation of induced fit model. Substrate has its own peculiar shape and active site of the enzyme also has a peculiar shape. So exposure of that particular substrate induces changes in the changes at the active site of the enzyme. So ഈ സബ്സ്ട്രേറ്റിനനുസരിച്ചിട്ടുള്ള ഒരു മോഡലിൽ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം മാറുകയും അതുവഴി സബ്സ്ട്രേറ്റ് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുകയും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യും.